BSc MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. ഇന്ന് ഈ ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തതെന്ന് ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്ന ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് സ്റ്റുഡൻസിന് ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന ഒരു കോഴ്സാണ് BSc MLT എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഓൾ ഓവർ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള ഒരു പാരാമെഡിക്കൽ കോഴ്സ് കൂടിയാണ് BSc MLT എന്ന് പറയുന്നത്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ EBS എഡ്യൂക്കേഷൻ. BSc MLT എന്നുള്ള കോഴ്സിന് 4 ഇയർ ആണ് ഡ്യൂറേഷൻ വരുന്നത്. അതായത് നമുക്ക് ചില യൂണിവേഴ്സിറ്റിന്റെ കേസ് നോക്കുമ്പോഴത്തേക്കും 3 ഇയർ കോഴ്സും അതുപോലെ തന്നെ 1 ഇയർ ഇന്റേൺഷിപ്പും ആയിട്ടും, അതല്ലെന്നുണ്ടെങ്കിൽ ഇനി ചില കേസിൽ 3.5 ഇയേഴ്സ് കോഴ്സും 6 മന്ത് നമ്മുടെ ഇന്റേൺഷിപ്പും ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമുക്ക് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നതെന്ന് പറയുന്നത് 4 ഇയർ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇന്നിപ്പോ പാരാമെഡിക്കലിൽ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് BSc MLT എന്ന് പറയുന്നത്. നമ്മൾ BSc MLT എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നമ്മൾ +1 +2 ബയോളജി സയൻസ് ആയിരിക്കണം. അതായത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി എന്നീ സബ്ജക്ട്സുകൾ പഠിച്ചിരിക്കണം. ആൻഡ് ഓൾസോ നമുക്ക് ഈ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ഹ്യൂമൻ അനാട്ടമി ആണ്, പിന്നെ പാത്തോളജി, സിറോളജി ആൻഡ് ഹിസ്റ്റോളജി എന്നിങ്ങനെയുള്ള ഒരുപാട് സബ്ജക്ട്സ് ആണ് ഇതിനകത്ത് ഇൻവോൾവഡ് ആയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നമ്മൾ കുറെ ഇൻവോൾവ് ആയി പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ബ്ലഡിനെ കുറിച്ചാണ്. അതായത് ബ്ലഡിന്റെ ഈച്ച് ആൻഡ് എവരി പാർട്ടും അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവരി ഫംഗ്ഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുകയും ചെയ്യും. ആൻഡ് ഓൾസോ നമ്മുടെ ഹ്യൂമൻ ബോഡീനെ കുറിച്ചും നമ്മൾ പഠിക്കും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാലോ ഒരു ഡിസീസ് വന്നാലോ നമ്മൾ ഓവറോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ടെസ്റ്റിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ഒരു ലാബ് അസിസ്റ്റൻസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ഈ ഒരു MLT കോഴ്സ് കഴിഞ്ഞ ഒരാളായിരിക്കും നമുക്ക് അവിടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കാണുന്നത്. ഓക്കെ, നമുക്ക് ഇനി ചില കേസുകളിൽ നമ്മളിപ്പം ഓൾറെഡി ഇപ്പം നമ്മളൊരു ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത സാധനങ്ങൾ നമുക്ക് 1 അവറിനുള്ളിൽ കിട്ടുന്ന ചില കേസുകളും ഉണ്ട്. പിന്നെ 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ചില കേസുകളും ഉണ്ട്. അപ്പൊ ഈ 2-3 ഡേയ്സ് കിട്ടേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ലാബിലുള്ളവർ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻസിന് പുറമെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവരടുത്തോട്ടായിരിക്കും നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പോകുന്നത്. അതായത് നമുക്കിപ്പോ ഈ ഒരു കോഴ്സിന് ശേഷം ഏതെങ്കിലും ഭാഗം നമുക്ക് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഹയർ ഇതിന് വേണ്ടി നമുക്ക് ഫോക്കസ് ചെയ്ത് റിസർച്ച് ആയിട്ട് നമുക്ക് റിസർച്ച് പരമായിട്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഫോക്കസ് ചെയ്ത് പഠിച്ചവരോ ആയിരിക്കും ആ ഒരു പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർ. അതായത് ഇപ്പൊ ബ്ലഡ് ബാങ്ക് അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി ഒക്കെ ഇത് എക്സ്ട്രാ എടുത്ത് അല്ലെങ്കിൽ അതിന്റെ റിസർച്ച് പരമായിട്ട് പോയവരായിരിക്കും കൂടുതലും ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഈ ഒരു MLT എന്ന് പറയുന്ന കോഴ്സിന് ശേഷം നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഇതുപോലുള്ള ഹയർ പൊസിഷനിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഫോക്കസ് നമുക്ക് ഏതാണോ ആ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം നമുക്ക് ഇപ്പം ഈ ഒരു 4 ഇയർ എൻ്റെ കോഴ്സ് കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഏതൊരു സബ്ജക്റ്റിനോടാണ് അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനോടാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പൊ അതിനോട് നമുക്ക് റിസർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു MLT ഒരു ലാബ് അസിസ്റ്റന്റിന് പുറമെ തന്നെ ഒരു ഹയർ ഒരു പൊസിഷനിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഡിഗ്രി കോഴ്സ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ഈ പാരാമെഡിക്കൽ അതായത് BSc MLT എന്ന് പറയുന്ന ഒരു ഡിഗ്രി കോഴ്സ് പോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ലാബ് ടെക്നീഷ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് ആയിട്ടോ അങ്ങനെ ആയിരിക്കും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കാം. നമുക്ക് ഇതുപോലെ നമുക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ ഈ ഹയർ സ്റ്റഡീസും കൂടി പഠിച്ചാൽ കുറച്ചും കൂടി നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബെറ്റർ കരിയർ നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ നമുക്കിപ്പോൾ അറിയാം നമ്മൾ ഈ എബ്രോഡ് പോകുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ മറ്റു കൺട്രീസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ വിസ അതിനുള്ള കാര്യങ്ങൾ അപ്പൊ നമ്മൾ അതിന് പുറമെ നമ്മൾ മെഡിക്കലും കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓഫ്കോഴ്സ് വൺ ഓഫ് ദ പാർട്ട് ഓഫ് മെഡിക്കൽ എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും. അപ്പൊ ആ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ആളുകളും ഈ ഒരു ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് ഒക്കെ ഉള്ളത് പഠിച്ചവർ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് അവിടെയും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ എബ്രോഡിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഗൾഫ് കൺട്രീസിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നല്ല സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് BSc MLT എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടൊക്കെ പോകുന്നവർക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും അവിടെ അവൈലബിൾ ആണ്.
ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നിപ്പോ അറിയാം, നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ ഒരുപാട് കോളേജസിൽ ക്യാമ്പസുകളിലൊക്കെ ഇന്ന് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം എബ്രോഡൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ പഠിച്ചെടുത്തുന്നുള്ള ലൈസൻസിങ് എക്സാം നമുക്ക് ക്ലിയർ ആയിരിക്കണം. അതർവൈസ് നമുക്ക് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇനിയിപ്പം നല്ലൊരു മാർക്ക് മേടിച്ചാലും ജസ്റ്റ് പാസ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ലൈസൻസിങ് എക്സാം നമ്മൾ ക്ലിയർ ആവാണ്ട് നമുക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നില്ല. ഇപ്പൊ നമുക്ക് അറിയാം, നമ്മുടെ ഈ ഒരു ഓൾ ഓവർ ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതുപോലുള്ള പല കോഴ്സിന്റെയും പല തട്ടിപ്പുകളും നമ്മൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ സർട്ടിഫിക്കേഷനും അതുപോലുള്ള ഈ ഒരു ലൈസൻസിങ് എക്സാം എല്ലാം ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ കരിയർ നമുക്ക് നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സോ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന ക്യാമ്പസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അഫിലിയേഷനും എല്ലാ അപ്രൂവൽസും ഉള്ളൊരു ക്യാമ്പസ് ആണോ എന്നുള്ളൊരു കാര്യം നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ സ്റ്റുഡൻസ്, ദോസ് ഹു ആർ ലുക്കിംഗ് അഡ്മിഷൻ ഫോർ BSc MLT, ഡു കോൺടാക്ട് വിത്ത് EBS എഡ്യൂക്കേഷൻ.